Hi guys, so today നമ്മൾ CAT 2024 സ്ലോട്ട് 1 ഒരു VARC ഓഡ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിരിക്കാം. കാരണം എല്ലാ സെന്റൻസ് നമുക്ക് ഓഡായിട്ട് എടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം ഒരു കോമൺ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, സോ നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് മീനിങ് നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് നമ്മൾ ജസ്റ്റ് വായിക്കുന്ന ടൈമിൽ നമുക്ക് എന്താണ് അതിൻ്റെ മീനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വരാം. ബട്ട് ഇൻ ദ അതർ എൻഡ് നമ്മുടെ മൈൻഡിന് അത് കറക്റ്റ് ആ ഒരു ഇതിൻ്റെ എസെൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. സോ ഇത് വായിച്ചതിന് ശേഷം നമ്മൾ മൈൻഡിൽ വേറെ ചിന്തിക്കണം. ഓക്കെ, എന്താണ് എനിക്ക് മനസ്സിലായത്, അത് മനസ്സിലായത് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ അടുത്തതിൽ വായിച്ചിട്ട് ഏതൊക്കെയാണ് കൊഹറൻറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെൻറ്റൻസസ് എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ഓഡ് സെൻറ്റൻസ് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഈ പാസേജ് വായിക്കാൻ പോവാണ്. ആനിമൽസ് ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ ബേസിക് നീഡ്സ് ബട്ട് ഓൾസോ ഇൻ അവോയ്ഡിങ് സഫറിങ് and thus we ought to extend moral consideration. Okay, so നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കുകയാണ്. What does that mean? Means animals are having basic needs, correct? Animals are having some interest which are like basic needs, and it also says avoid suffering, like that. Okay, and next sentence, Singer viewed himself as a utilitarian and presents a direct moral theory concerning animal rights in contrast to indirect positions such as welfareist views. Okay, so ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, it address some person, Singer എന്ന് പറഞ്ഞൊരു person address ചെയ്തിട്ടാണ്. Okay, that person viewed himself as utilitarian. Utilitarian എന്ന് പറഞ്ഞാൽ എന്താണ്, who judge the action based on the consequences. Okay, അതാണ് utilitarian എന്ന് പറയുന്നത്. Okay, so even നമുക്ക് മീനിങ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. And presents a direct moral theory concerning animal rights. So അദ്ദേഹം എന്താണ് പറയുന്നത്, ആനിമൽ റൈറ്റ്സിൽ കൺസേൺ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായെന്ന് നമ്മൾ ആലോചിക്കണം. Okay, so Singer has put forward some moral theory. It's concerned about animal rights. Okay, that's Atramati. Okay, so Singer some moral theory which is concerned on animal rights. Okay, next sentence, he argued for extending moral consideration to animals because similar to humans, animals have certain significant interest. Okay, so the reason why he has supported the consideration to animals, because it says that similar to human, animals also have interest. Okay, that's the thing. And next sentence, the event that publicly announced animal rights as a legitimate issue with contemporary philosophy was Peter Singer's Animal Liberation Text in 1975. Okay, so നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയുടെ ഫുൾ നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ എന്തായാലും ഈ ഒരു സെൻറ്റൻസിലായിരിക്കണം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുക. സോ നമുക്ക് 4 2 ഏകദേശം കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. രണ്ടും ജോയിൻ ചെയ്താൽ ഒരു 2 സെൻറ്റൻസ് ആണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, so it says about animal rights alone. Okay, when it was issued, like date ഒക്കെ കൊടുത്തിട്ടുണ്ട്. Okay, so it also says about animal rights. Okay, next says that as such we ought to view their interest alongside and equal to human interest, which results in human having direct moral duties towards animals. So it says that, so നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, animals and humans are having interest, so we have to equally consider, correct?
Yes. So animal interest and human interest are like similar or equal. Okay, this is the thing. So നമ്മൾ ഇത് മൊത്തം എല്ലാ സെന്റൻസും ഒന്ന് അനലൈസ് ചെയ്താൽ first one says about animals interest, basic needs, avoid suffering and all. Okay, and second sentence analyze it says about a singer, moral theory, animal rights. Okay, third, similar to humans, animals also have interest and all, so that we have to consider them like that based on a singer's view. And next also it says about animal rights when it was issued and all, like that, something like that. Okay, then last sentence also says animal interest and human interest to be considered as the same level. Okay, so ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതും ഈ ഒരു സെന്റൻസും നമുക്ക് കൊഹറൻ്റ് ആയിട്ട് തോന്നും. എല്ലാം പറയുന്നത് എന്താണ്? It says about Singer's moral theory, which put forward the idea that, which says that human and animals are having a similar kind of interest. They have to consider equal, right? So ഇത് മൂന്നും ഇത് നാലും നമുക്ക് coherent ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് odd one ആയിട്ട് എടുത്തത് ഫസ്റ്റ് സെന്റൻസ് ആണ്. ഇറ്റ് ജസ്റ്റ് സേസ് ആനിമൽസ് ഇൻട്രസ്റ്റ്, ബേസിക് നീഡ്സ്, അവോയ്ഡ് സഫറിങ് ആൻഡ് ഓൾ. അത് കറക്റ്റ് ആയിട്ട് ഈ ഒരു പാസേജിന്റെ ഐഡിയയെ എന്താണ് അത് ഏറ്റെടുത്തിട്ടില്ല. സോ വി ക്യാൻ ഡിസ്കാർഡ് ദ ഓപ്ഷൻ ഫ്രം ദി coherent sentence list, but this is the answer as this is the odd one. Okay, so answer to this question is 1. Okay, so ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.